നമുക്കൊരു അടിപൊളി ക്രാബ് റോസ്റ്റ് ഉണ്ടാക്കിയാലോ? നമ്മൾ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് നല്ല ബ്ലൂ ക്രാബാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കാം. ജീവനുള്ള ഞണ്ടാണിത്. അപ്പം എല്ലാവരും കട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് കൈയൊക്കെ ശ്രദ്ധിക്കുക. ഈ ക്രാബ് റോസ്റ്റ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത് ചില്ലി പൗഡർ, ടർമറിക് പൗഡർ, കൊറിയാൻഡർ പൗഡർ, പെപ്പർ പൗഡർ, ഗരം മസാല, ഒനിയൻ 4 എണ്ണം, ചില്ലി, ജിഞ്ചർ, ഗാർലിക്, ടൊമാറ്റോ 3 എണ്ണം, കുറച്ച് കറി ലീവ്സും കൊറിയാൻഡർ ലീവ്സും. അപ്പോൾ ആദ്യം നമുക്ക് ക്രാബ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതൊരു 10 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഞണ്ട് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് പാനിൽ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുക. എന്നിട്ട് ഞണ്ട് ഓരോ പീസസ് ആയിട്ട് നമുക്ക് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഞണ്ട് മൊത്തം നമ്മളിപ്പോൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടി ഒരു പാനിൽ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കാം. ഉള്ളി നന്നായിട്ട് കുക്കാവുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ മുറിച്ച് വെച്ച തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് കുറച്ച് സമയം കവർ ചെയ്തിട്ട് കുക്ക് ചെയ്യാം. ഉള്ളി നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കാം. പൊടിയുടെ പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ ഞണ്ട് ചേർത്ത് കൊടുക്കാം. ഞണ്ടിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം നമുക്ക് കവർ ചെയ്തിട്ട് ഞണ്ട് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഞണ്ട് ഇപ്പം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും കരിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ അടിപൊളി ക്രാബ് റോസ്റ്റ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതെന്തായാലും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.